ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഞാൻ എടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നാൽ ശരി, ഞാൻ അതിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ സംസാരിക്കാം. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് കൺവേ ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കാണ്. നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അമ്മ മരിച്ചിട്ട് 8ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വീത് വെക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിലെ കസ്റ്റമിലെ വീത് വെക്കാന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് വീത് വെക്കാന്ന് ഓർത്തിട്ട് വേഗം ഭക്ഷണം പാകം ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഞാൻ മോന് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അമ്മയ്ക്കുള്ളത് മാത്രം സ്പെഷ്യലായിട്ട് ഇപ്പൊ ആക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചു. നമുക്ക് ചോറ് വെക്കും. ഇപ്പൊ കുറച്ച് ചോറാ ഞാൻ വെക്കണുള്ളൂ. നേരത്തെ ഞാൻ വെച്ച ചോറ് കുറച്ചുണ്ട്. അപ്പൊ ഞാൻ ഒരു നാഴി അരി ഇട്ട് വെക്കാന്ന് വിചാരിക്കാണ് കേട്ടോ. നാഴിയാണ് ചോറ് അരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ഒരു നാഴി അരി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വീട് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ വീട് തൃശ്ശൂരും ഹസ്ബൻഡിന്റെ വീട് പാലക്കാടാണ്. പാലക്കാട് ഇങ്ങനെ വീട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ബലിയിടല് ഈ അടുത്തൊക്കെയാണ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് വീട് വെക്കുക, ബലിയിടാൻ പോവാ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കറി വെക്കുമ്പോഴേക്കും ചോറാവൂലോ. മീൻകറി വെക്കാനാണ് വിചാരിക്കുന്നത്. മീൻ വറുത്തും വെക്കാനാണ് വിചാരിക്കുന്നത്. അമ്മയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പെട്ടെന്നുള്ള മരണമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ വന്നിട്ട് അങ്ങനെ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയണില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കണം. നമുക്കത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അമ്മേനെ ഒന്ന് തൊടാനോ നമുക്ക് അവരോട് സംസാരിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു തരണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതെനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ശക്തി എനിക്കില്ല. അപ്പൊ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ മറന്ന് ഞാൻ ചെയ്യുമല്ലോ. അങ്ങനെ ഓർത്തിട്ടാണ് ഞാൻ വേഗം വീഡിയോ എടുക്കാന്ന് ഇങ്ങനെ ഓർത്തത്. അപ്പോ മീനിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഞാൻ ചെറിയ ഉള്ളിയായിട്ടാണ് എടുക്കണത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ വെക്കണ പോലെ തന്നെയാണ്. ഇവിടുന്ന് എന്താ ഒരു മീനിന്റെ പേര് പറഞ്ഞു. ആ ഒരു മീനെ വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് ഇതിന്റെ ഇടയിൽ ഓർമ്മ വരാൻ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്ത് മീനെ വാങ്ങിച്ചെന്നുള്ളത് കേട്ടോ. എന്റെ അമ്മ മരിക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ വീട്ടിൽ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് അമ്മയ്ക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഉള്ള ആളൊന്നല്ല. അമ്മയ്ക്ക് 72 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ യാതൊരു വക ഷുഗറോ പ്രഷറോ ഒന്നുമില്ല. വയസ്സ് പല്ല് പോയിണ്ടായിരുന്നു. എല്ലാ പല്ലുകളൊന്നുമല്ല, കുറച്ച് പല്ലുകളൊക്കെ പോയിണ്ടായിരുന്നു. അപ്പൊ അമ്മ ജോലി ചെയ്തിരുന്ന ആളാണ്. ഗവൺമെന്റ് ജോലിയുള്ള ആളായിരുന്നു. അപ്പൊ അമ്മയുടെ ഓഫീസിലെ ആൾക്കാര് ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ കാണാൻ വരുമ്പോ ഇങ്ങനെ പറയും, എൻ്റെ അമ്മയുടെ പേര് തങ്കം എന്നാട്ടാ. അപ്പൊ പറയും, അയ്യോ VK തങ്കത്തിന്റെ പല്ല് പോലും പോയിട്ടില്ല. VK തങ്കത്തിന് എത്ര ഇതായിട്ട് പെൻഷനായിട്ടും VK തങ്കം എന്ത് സ്മാർട്ടായിട്ടാ നടക്കണെന്നൊക്കെ അവരൊക്കെ പറയും. അപ്പൊ അമ്മയ്ക്ക് അവര് പോയി കഴിഞ്ഞാൽ പേടിയാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവരെന്നെ കണ്ണു വെച്ചാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറയും. എൻ്റെ ഭയങ്കര രസികത്തിയ, ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ നമ്മള് എവിടെയും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ അറിയാം. എൻ്റെ അമ്മ ഇങ്ങനെ ആരും മനസ്സ് വിഷമിപ്പിക്കണം ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. എല്ലാവർക്കും ചെയ്തു കൊടുക്കണം, എല്ലാവർക്കും എല്ലാതും കൊടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു ടൈപ്പ് ഒരാളായിരുന്നു. അമ്മ മരിച്ചിട്ട് ഞാൻ കരയോ പോലും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് കണ്ണീന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മരവിച്ച ഒരു അവസ്ഥയായിരുന്നു. പറയുമ്പോ എല്ലാവരും പറയും ഇത്രയും വയസ്സായില്ലേ മരിച്ചു, അപ്പോ നമ്മൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യണം. ഇത് ഒരു അസുഖങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നേ. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനെ സംഭവിക്കുന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും അരിഞ്ഞു വെക്കാം. അതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ആൾക്കാരൊക്കെ പറയും ഇപ്പോഴും നിങ്ങള് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണോന്ന്. എന്താല്ലേ അങ്ങനെ പറയണത്? എനിക്കങ്ങനെ തോന്നാറില്ല എന്താ എല്ലാവരും അങ്ങനെ പറയണത്. എനിക്ക് എത്ര നാൾ കഴിഞ്ഞാലും ഞാൻ രാത്രിയിലായാലും ഇപ്പോഴും അമ്മേനെ വിളിക്കാതെ കിടക്കുന്ന ദിവസം വളരെ കുറവാ. ഇത് വേഗം അരിഞ്ഞു വെക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലേ മീൻകറി ആവുമ്പോഴേക്കും ചോറാവുന്ന്. അതുപോലെ തന്നെ ചോറ് വേഗമായി. ഇനിയിപ്പോ മീൻകറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. തൃശ്ശൂര് സൈഡില് മീൻകറി വെക്കണത് തക്കാളി ഒന്നും ഇടില്ല. ഞങ്ങൾ കൊല്ലംകോട് വന്നപ്പോഴേ ഞാൻ ആദ്യമായിട്ട് അറിയണേ ഈ തക്കാളി ഇടുന്നുള്ളത്. തക്കാളി ഒന്നും ഞങ്ങൾ ഇടാറില്ല. ഞങ്ങൾ ആ കൂടെ കോൽപ്പുളി, കുടംപുളി, പിന്നെ നമ്മുടെ ഇരുമ്പമ്പുളി, അതൊക്കെ മാങ്ങ, ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വെക്കുക. പിന്നെ
പിന്നെ ഈ അടുത്താണ് അറിഞ്ഞത് എന്താണ് ഇരുമ്പമ്പുളി നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, പിന്നെ എന്താണ് കിഡ്നിക്ക് ഭയങ്കര ദോഷം ചെയ്യും, ഭയങ്കര ഫിൽട്രേഷന്റെ ലെവല് കൂടും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഇരുമ്പമ്പുളി ഉപയോഗിക്കലില്ല. ഇപ്പൊ ആ കൂടി കോൽപ്പുളിയും കൊടംപുളിയും മാങ്ങയും മാത്രം ഇട്ട് വെക്കുള്ളൂ. പക്ഷെ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന തൃശ്ശൂര് മീൻകറി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. പക്ഷെ എന്റെ മകന് തൃശ്ശൂർ ഇപ്പൊ അധികം ഇഷ്ടമല്ല. അവന് ഇത്തിരി മുളകൊക്കെ ഇട്ട് വെക്കണതാ ഇഷ്ടം. പിന്നെ ഞാനും വിചാരിക്കും പിന്നെ അങ്ങനെ ഉണ്ടാക്കാം, അതും ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതിങ്ങനെ തന്നെ വെക്കും. വന്നോട്ടാ, മീന്റെ പേരെന്താ പറയും, മോത എന്നാണ് മീന്റെ പേര്. ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് ഇങ്ങനത്തെ ഒരു പേര്. ഞാൻ റെക്കോർഡ് ചെയ്ത് പകുതി ആയപ്പോഴാണ് അറിയുന്നത് മൈക്കിന്റെ ചാർജ് കഴിഞ്ഞ് അത് ഓഫായി കിടക്കായിരുന്നത്. സോറി. അപ്പം ഞാനിനി വോയിസ് ഓവർ കൊടുക്കാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ചാർജ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ശ്രാദ്ധം ഞാനിവിടെ നാട്ടിലാവുമ്പോൾ ചേട്ടനും ചേച്ചിയും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് തൊഴുത് ബലിയിടുക അങ്ങനെയൊക്കെയാ ചെയ്യാറ്. ഇവിടെ ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു മനസ്സിന് സമാധാനത്തിനും അമ്മയുടെ ആത്മാവിന് ഒരു ശാന്തിക്കും വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോൾ വിചാരിക്കും എന്തിനാ അപ്പനമ്മേനെയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ ദൈവം ഇങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇരിക്കാനേ നമ്മൾ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അങ്ങനെ ജീവിച്ചൊരു ഫാമിലിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലും ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ആൾക്കാരെ പോലെ സാധാരണക്കാരായിട്ട് ജീവിച്ചു വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. എത്ര സങ്കടവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ഒരുമിച്ച് അപ്പനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഒരുമിച്ച് ആ ദുഃഖത്തിനും സന്തോഷത്തിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ അതിൽ കിട്ടുന്നൊരു സുഖം പിന്നീടാണ് നമ്മൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ നേടിയെടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണത്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് എൻ്റെ ഈ ഇത്രയും വയസ്സിന്റെ ഇടയിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ അപ്പനമ്മയുടെ മകളായിട്ട് ജനിച്ചതുകൊണ്ടായിരിക്കും ഇതിനൊക്കെയുള്ള അവസരം എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ അവര് രണ്ടുപേരും ഞങ്ങളുടെ കൂടെയില്ല, രണ്ടുപേരും മരിച്ചു. രണ്ടുപേരും ഇല്ലെങ്കിലും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് ജീവിക്കണത് നമുക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിലാണ്. എപ്പോഴും അവരെ സ്വപ്നം കാണുന്നു, അവര് നമ്മുടെ അടുത്തുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെന്തുകൊണ്ടാ എനിക്ക് അറിയില്ല. നമ്മൾ അവരെ അത്രയും അറ്റാച്ച്ഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒറ്റയ്ക്കാണ് ഞാൻ ഇവിടെ റൂമിൽ നിന്നുണ്ടെങ്കിലും എനിക്ക് അവരെ അടുത്തുണ്ട് എന്ന് എനിക്കൊരു ഫീലിംഗ് ആണ് എപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മെമ്മറി ഇങ്ങനെ അവരുടെ ഓർമ്മകൾ ഇങ്ങനെ പലതും എന്നെ ഇങ്ങനെ അത് ഓരോന്ന് ചെയ്യുമ്പോഴും അവരന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പം ഇപ്പോഴും അവരെന്റെ കൂടെയുണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. എൻ്റെ അമ്മ മരിക്കുന്നത് വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വരാനുണ്ടായത്. കാലത്തെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്, അവിടെ നാളികേരമൊക്കെ എടുത്ത് ഊരിയതിന് ശേഷം അമ്മ അതെല്ലാം വെച്ച് പെട്ടെന്ന് അമ്മയ്ക്കൊന്ന് തലച്ചിട്ടുണ്ട്, ഒരു ക്ഷീണം പോലെ വന്നു. അങ്ങനെ വന്ന് അമ്മ സെറ്റ് ചെയ്ത് കിടക്കുകയും ഒക്കെ ചെയ്തു. അതിന് ശേഷമാണ് അമ്മ പിന്നെ പെട്ടെന്ന് വയ്യാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്തത്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ഭാഗ്യത്തിൻ്റെ മരണം എന്നാണ് എല്ലാവരും പറയുന്നത് തന്നെ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ മീൻകറി വെച്ചതും വറുത്തതും ഒക്കെ പോയ സമയമേ അറിഞ്ഞില്ല. ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രം. നമ്മൾ ഇത് കുറച്ച് നാളികേരം അരച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ നമ്മളിന്ന് വെച്ചത്. സാധാരണ വെക്കാറുള്ള പോലെ തന്നെയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ മീൻകറി വെക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് സാധിച്ചില്ല കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ മൊബൈലിൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ചാർജ് പോയപ്പോൾ ഞാൻ ആകെ അയ്യോ ഞാൻ ഇത്രയും നേരം ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, നമുക്കിപ്പോൾ ഇനി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകട്ടെ. എല്ലാ ആഴ്ചയും ഞാൻ അമ്മയുടെ അടുത്ത് പോകും, അമ്മയുടെ അടുത്ത് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് വർത്തമാനം പറയും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ ഞായറാഴ്ച ഇപ്പോൾ ഞാനിതുപോലെ വന്നു അമ്മയുടെ അടുത്ത്. ഞായറാഴ്ചയല്ല, ഇതൊരു ഇട ദിവസം വന്നത്. അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നത്. വന്നപ്പോൾ അമ്മ വേഗം ചോറും കൂട്ടാനൊക്കെ എടുത്തു തന്നു. അമ്മ ഇങ്ങനെ നടന്ന് തീറ്റിപ്പിക്കും നമ്മളെ. ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ നടന്ന് കഴിപ്പിക്കും. അപ്പം അമ്മയോട് ഞാൻ പറയും, അമ്മ ഇവിടെ ഉരുത്തിരിക്കും. അമ്മേനെ കാണുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറയാൻ തോന്നും കേട്ടോ. അമ്മ ഇങ്ങനെ ഫുൾ ടൈം പണിയാണ്. ഫുൾ ടൈം പണിയാണ്. നമുക്കൊന്നും അങ്ങനെ ചെയ്യാനേ കഴിയില്ല. പക്ഷെ അമ്മ ചെറുപ്പം തൊട്ടേ അധ്വാനിച്ചിട്ടുള്ള ഒരാളായ കാരണം അമ്മയ്ക്കിങ്ങനെ എത്ര പണിതാലും അമ്മയ്ക്കൊരു ക്ഷീണം ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ക്ഷീണം തോന്നുമ്പോൾ അമ്മ സെറ്റിയിൽ വന്ന് വെറുതെ കിടക്കും. എന്നാലും അമ്മ കട്ടിലുമ്മ കിടക്കില്ല. കട്ടിലുമ്മ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയാലും വെച്ചിട്ട് സെറ്റിയിൽ വന്ന് കിടക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ വേഗം എനിക്ക് ഞാൻ ചോറിനുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ചോറിനുമ്പോൾ നോക്കിയിരിക്കുക. എനിക്കതൊക്കെ പെട്ടെന്ന് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇതൊക്കെ എല്ലാം
എനിക്ക് അങ്ങനെ ഒരു കുറേ ദൂരമായ ദിവസമായത് എനിക്ക് അമ്മയുടെ വിരലുകൾ ഓർമ്മയുണ്ട്, കാലുകൾ ഓർമ്മയുണ്ട്, മുഖം ഓർമ്മയുണ്ട്, അമ്മയുടെ സ്കിൻ ഓർമ്മയുണ്ട്, അമ്മയുടെ ഓരോ ഭാഗങ്ങളും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. കാരണം വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ടേ അമ്മയുടെ കൂടെ തന്നെ, എല്ലാവരും അമ്മയുടെ കൂടെ തന്നെ വളരണേന്ന് പറയും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അമ്മയായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നുള്ളായിരുന്നു. അമ്മയുടെ കൂടെ തന്നെ എപ്പോഴും. അമ്മയ്ക്ക് മാസം മാസം അമ്മയ്ക്ക് ഇങ്ങനെ ഇത് വരും, എന്താണ്, മൈഗ്രീൻ്റെ തലവേദന വരും. അപ്പോൾ അമ്മ ലീവ് എടുക്കും. ഈ സമയം നോക്കിയിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഞാനും ലീവ് എടുത്തിട്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും. അമ്മയ്ക്കൊരു 10-11 മണിയാകുമ്പോൾ അമ്മയുടെ മൈഗ്രീൻ മാറുമ്പോൾ അമ്മ പിന്നെ കടയ്ക്ക് പോവും. അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ കടയ്ക്ക് പോകും. ഭയങ്കര മടിച്ചായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷേ എന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും അമ്മ ഇരുന്ന് കല്ല് കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീടുണ്ടാക്കി കളിക്കുമ്പോൾ അമ്മ കൂടെ വീടുണ്ടാക്കി കളിക്കാൻ, ഓരോ ചിരട്ടയിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി തരാനൊക്കെ അമ്മയും കൂടി ഇരിക്കും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അമ്മമാർ കൂടെ ഇരുന്നിട്ടുള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കല്യാണം കഴിയുന്നവരെ ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും. അമ്മ അടുക്കള ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ അടുക്കള ചെയ്യും. അമ്മയുടെ കൂടെ ഇങ്ങനെ അത്രയും ഒട്ടി ഒട്ടി നിൽക്കുന്ന ഒരാൾ എന്നെപ്പോലെ ആൾക്കാരുണ്ടാവായിരിക്കും. പക്ഷെ ഞാൻ അറിയുന്നവരിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ മടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാമെന്ന് വെച്ചു. എനിക്ക് ഒരു ഉഷാറില്ലേ ശരിക്കും, സത്യത്തിൽ ഇന്നൊരു സുഖമില്ലാത്ത ദിവസം കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഞാൻ അമ്മേനെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് അമ്മ എനിക്ക് പറഞ്ഞു, അമ്മ പെൻഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, പെൻഷൻ വാങ്ങിച്ച പൈസയിൽ നിന്ന് ഒരു 500 രൂപ നീ കൊണ്ടുവക്കോ, വീട്ടിൽ കൊണ്ടുവക്കോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അമ്മയ്ക്കല്ല പൈസയുടെ ആവശ്യം, അമ്മ ഇവിടെ വെച്ചോ, എനിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇത് പിടിച്ചോ, ഞാനിതിപ്പോൾ തരാം, ഇനിയിപ്പോൾ തരാൻ പറ്റിയില്ലെങ്കിലോ എന്നിങ്ങനെ അബദ്ധവശാൽ അമ്മ പറഞ്ഞു പോകണേ, എനിക്ക് തരാൻ ഇനി പറ്റിയില്ലെങ്കിലോ, നീ ഇത് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അമ്മയ്ക്കാണ് ആവശ്യം, പെൻഷൻ വാങ്ങാൻ പോകുമ്പോഴും അമ്മയ്ക്ക് പൈസ വേണ്ട. അപ്പോൾ അമ്മ പൈസ പിടിച്ചോ, എനിക്ക് വേണ്ട, എൻ്റെ കയ്യിൽ പൈസ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് പേഴ്സ് തുറന്ന് കാണിച്ചു കൊടുത്തു. പൈസ ഇത്രയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തു. പക്ഷെ അമ്മ പറഞ്ഞു, നീ ഇത് പിടിച്ചുകൊണ്ട് എൻ്റെ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരിക്കി വെച്ച് തരിക. ഞാൻ എന്നിട്ട് സമ്മതിച്ചില്ല, തിരിച്ച് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ പൈസ വാങ്ങിച്ചിട്ട് അമ്മ പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് ഒരിക്കലും പൈസ തരില്ല കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ, അതെനിക്ക് എൻ്റെ മനസ്സിലില്ല, അതെനിക്കിതിപ്പോഴും പറയുമ്പോൾ എൻ്റെ നെഞ്ച് ഇടിക്കുക കിടന്നിട്ട്, ഒരിക്കലും നിനക്ക് പൈസ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഞാനും ഉണ്ണിയും ചേച്ചിയുടെ മോളും പിന്നെ അമ്മയും കൂടെ 3 പേര് ഫോട്ടോ എടുത്തു. ഇറങ്ങി നിൽക്കണ സമയത്ത് ഫോട്ടോ എടുത്തു. പിന്നെ അമ്മേനെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അവിടുന്ന് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ അറ്റം വരെ അമ്മേനെ നോക്കി നിൽക്കാറ്. ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കി ടാറ്റ തരുമ്പോഴൊക്കെ അമ്മ അവിടെ നോക്കി. എനിക്ക് ശരിക്കും പറയാൻ വെച്ചാൽ ഞാൻ നിൽക്കണ നിപ്പും അമ്മ അന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആവണതും വെച്ചാൽ സാധാരണ നൈറ്റ് ഇട്ടിട്ട് തന്നെ റെഡി ആവണതും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര കണ്ണിലിങ്ങനെ തെളിഞ്ഞ് വരികയാണ് ഓരോ സമയം. അത് കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് അമ്മ ശനിയാഴ്ച വർത്താനം പറഞ്ഞ അമ്മയുടെ അടുത്ത് ഞായറാഴ്ച വർത്താനം പറഞ്ഞു. തിങ്കളാഴ്ച ഞായറാഴ്ച രാത്രി വിളിച്ചപ്പോൾ ചേച്ചിനെ വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുക്കണില്ല. അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അമ്മ ഉറങ്ങി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നാളെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. ഞാൻ ശരിക്കും കൂടുതലായിട്ടും എൻ്റെ ചേച്ചിയേക്കാളും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ അമ്മയുടെ അടുത്താണ്. കാരണം വെച്ചൊരു 5-6 വട്ടെങ്കിലും പകൽ ഞാൻ അമ്മേനെ വിളിക്കും. എന്താ ചെയ്യണം ചോദിച്ചിട്ട് ഞാൻ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം കാലത്താവുമ്പോൾ പതിവില്ലാണ്ട് 7:30 ആകുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ് എനിക്ക്. സാധാരണ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിക്കുന്നത് വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഞാനാണ് ഇപ്പോഴും അമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ ചേച്ചീനെ വിളിക്കുക, ചേട്ടനെ വിളിക്കുക, അപ്പനെ വിളിക്കുക, ഒക്കെ ഞാൻ തന്നെ ചെയ്യാം. ഇപ്പോഴും ഞാനാണ് വിളിക്കുക. അവർ വിളിച്ചു കഴിഞ്ഞാൽ എന്തോ പന്തിക്കേടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ അവർക്ക് അങ്ങനെ വിളിക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോഴേക്കും അവർ വിചാരിക്കുമ്പോഴേക്കും ഞാൻ വിളിക്കും. ഞാൻ ഇങ്ങനെയാക്കി പറയില്ല, അതൊരു ശരിക്കും പറയാൻ വെച്ചാൽ നല്ലതല്ല. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയായി മാറി, എന്താ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ 7:30 വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ ഫോൺ കൊണ്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അതിൽ ലവ് ബേർഡ്സിനെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കിളി ചത്തിട്ട് ആ കൂടിൻ്റെ ഡോറില്ലേ, ആ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ തല ഇങ്ങനെ ചാഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഞാൻ അയ്യോ ഇതാ കിളിക്കുട്ടി, എനിക്ക് ഭയങ്കര വിഷമം കണ്ട് കിളിക്കുട്ടി ഇതാ ചത്തുല്ലോ അച്ഛാ എന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ അച്ഛൻ വന്ന് അതിനെ എടുത്ത് മാറ്റലൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലാണ്. എന്താ നീ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പോൾ കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ ഇറങ്ങട്ടെ, കൊല്ലം കൂടുന്ന ഇപ്പോൾ ഇറങ്ങട്ടെ വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട നീ ഇറങ്ങണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നീ സാവധാനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ എൻ്റെ ബ്രദർ വിളിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവളോട് തിരക്കിട്ട് ഇറങ്ങുന്നുണ്ട്, പതുക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്തൊക്കെ എൻ്റെ അമ്മയുടെ അവസ്ഥ ഭയങ്കര വേഴ്സായിട്ടിരിക്കുന്നത് എനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ പേടിക്കണ്ടെന്ന് ഓർത്തിട്ട് അവർ എന്നോട് പറയാതിരുന്ന സത്യത്തിൽ. ഞാനങ്ങനെ റെഡിയായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു പിന്നെ കാറിൽ പൊക്കോ, ബസ്സിൽ പോയി നേരം വൈകാൻ നിൽക്കണ കാറിൽ പൊക്കോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ
കാറിൽ പോയി അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഉണ്ട്, ചേട്ടന്മാരുണ്ട്, എൻ്റെ വലിയച്ഛൻ്റെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിൽ. എല്ലാവരും ICUവിൻ്റെ മുന്നിൽ നിൽക്കുക. ICU ഹാർട്ട് ഹൃദയാലയയിലാണ് അമ്മേനെ കിടത്തിയിരിക്കുന്നത്. മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഹൃദയാലയയിലാണ് കിടത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ആ മകൾ വന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ വായ തുറന്ന് പിടിച്ച് എല്ലാ മെഷീൻസും ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് അമ്മയുടെ ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അമ്മ നീ തിരിച്ച് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ. ഞാൻ പുറത്തിറങ്ങിയിട്ട് ചേച്ചിയോട് അടുത്ത് പറഞ്ഞു, അമ്മേനെ നമുക്കിനി കിട്ടില്ല എന്ന് ഞാൻ പറയാണ്. കാരണം വെച്ചാൽ ആ സമയത്ത് അമ്മ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല കാര്യം. ഞാൻ വരണത് വരെ വെയിറ്റ് ചെയ്തതാണ് ശരിക്കും. എനിക്കറിയണ്ടായിരുന്നില്ല അമ്മയ്ക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നെ ജസ്റ്റ് അവർ കാണിപ്പിച്ചു. ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നത് ആ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ പറയണ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും വിഷമം തോന്നും. അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരണമാണ്. അത് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ആഘാതം എത്രയാണെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾക്കിത് ഇപ്പോഴും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം. അപ്പോൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അമ്മ വീട്ടിൽ എങ്ങനെ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് വീത് വെക്കാൻ പോവാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം തോന്നരുത്. ഞങ്ങളുടെ ട്രഡീഷനാണ്. അപ്പൊ ഞങ്ങളിത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ഇങ്ങനെ ഉള്ളവരും ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിട്ട് കേട്ടാ. ഇപ്പൊ ചേച്ചി അവിടെ വിളക്ക് വെച്ച് അമ്മയ്ക്ക് ചോറ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോഴാണ് ശരിയാണ് ഞാൻ ചെയ്യട്ടെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ വിളക്ക് വെച്ച് ചോറ് കൊടുക്കാം. നമ്മളിങ്ങനെ തലമുറകളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഇല വെട്ടി ഇലയില് ചോറ് വെച്ച് അന്നത്തെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അന്നത്തെ എന്താണ് അവർക്ക് കഴിക്കാൻ ഇഷ്ടം ആ ഭക്ഷണങ്ങളൊക്കെ വെച്ച് അതിന്റെ കൂടെ തന്നെ കഞ്ഞിവെള്ളം ഒക്കെ വെച്ചിട്ട് വിളക്ക് കത്തിച്ച് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ റൂമിലേക്ക് മാറും. പിന്നെ ആ റൂമില് വിളക്ക് വെച്ച റൂം കുറച്ച് നേരത്തേക്ക് അടച്ചിടും. അതിനുശേഷം പിന്നെ വന്നിട്ട് വീട്ടിലത്തെ ആരെങ്കിലും ഒരു അംഗങ്ങൾ അത് ഭക്ഷണം കഴിക്കും. അതാണ് ഞങ്ങളുടെ ചെറിയൊരു ചടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് വീതൊക്കെ വെച്ചു. അപ്പൊ നമ്മൾ കുറച്ചു നേരം റൂമിലേക്ക് മാറിയിരിക്കണം അങ്ങനെയാണ് പറയണത്. അപ്പൊ റൂമിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭക്ഷണം കഴിക്കാം. അപ്പോൾ കുറച്ചു നേരം നമുക്ക് മാറിയിരിക്കാം.